പ്രൊഫസർ റോണി കെ ബേബി, അയോധ്യ ഒരു പൊളിറ്റിക്കൽ ടൂളായി ബി.ജെ.പി മാറ്റുന്നു, അതുകൊണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ ബോധ്യം, ആ തിരിച്ചറിവ് പൂർണ്ണമായും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ടൂളുകൾക്ക് ഈ പ്രതിഷ്ഠാ ദിനത്തിനോട് അടുക്കുമ്പോൾ കോൺഗ്രസ് കൂടെ പിടിക്കുന്നത് എന്തിനാണ്? ഒരിക്കലുമില്ല. കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് സുവ്യക്തമാണ്. കോൺഗ്രസ് ആദ്യം മുതൽ 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘ് RSS രൂപം കൊള്ളുന്ന അന്നു മുതൽ RSSന്റെ മതാധിഷ്ഠിത വാദത്തെ, ഹിംസാത്മക പ്രത്യയശാസ്ത്രത്തെ കൃത്യമായി തന്നെ എതിർത്തു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്ന് തൊട്ടാണ് ഗാന്ധിയോട് RSSന് ഇത്രമാത്രം വെറുപ്പുണ്ടായത്. 1934 ഗാന്ധി പ്രസിഡന്റായിരുന്ന ബൽഗാവും AICC സമ്മേളനമാണ് പ്രഖ്യാപിച്ചത്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കുമെന്ന്. അന്ന് മുതലാണ് കൃത്യമായി തന്നെ RSSന് കോൺഗ്രസിനോടും ഗാന്ധിയോടുമുള്ള വെറുപ്പ്, വിദ്വേഷമൊക്കെ. അന്നു മുതൽ 1925 RSS രൂപം കൊണ്ട അന്നു മുതൽ ഇന്ന് വരെ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ, നിലപാടുകളെ കൃത്യമായി എതിർത്തുകൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ട കാലം മുതൽ, ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല, മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും വലിയ പട്ടികയായിട്ടുള്ള ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകിയ, അതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധി മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്ത് എഴുതി ചേർത്തത് മുതൽ, ഞാൻ അതിലേക്കൊന്നും, അതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിനകത്ത് വളരെ വ്യക്തമാണ്, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എല്ലാവരുടേതുമാണ്, ഈ രാജ്യം എല്ലാവരുടേതുമാണ്. ഈ രാജ്യം എന്ന് പറയുന്നത് ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ആസേത് ഹിമാചലം എല്ലാ ഭാരതീയരുടെയുമാണ്, അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ എന്നോ ന്യൂനപക്ഷത്തിന്റെ ഒന്നുമില്ല. കൃത്യമായി തന്നെ നമുക്കറിയാം, 1951 ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം, ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥികളായി ക്ഷണിക്കപ്പെട്ടത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലുമാണ്. അന്ന് നെഹ്റു എഴുതിയൊരു കത്തുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്. അന്ന് ആ കത്ത് ഇന്ന് പബ്ലിക് ഡൊമൈനിലൊക്കെ ലഭ്യമാണ്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള താങ്കളുടെ തീരുമാനം, നെഹ്റു എഴുതുകയാണ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ തീരുമാനം, ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയുടെ തീരുമാനം ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചരിത്രത്തെ കണ്ട ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി തന്നെയാണോ ഹിമാചൽ പ്രദേശിൽ നാളെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്? ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് വളരെ വ്യക്തമാണ്. കാരണം അവിടെ ഇവിടെ ഒന്നോ രണ്ടോ നിലപാടുകൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വിശദീകരിക്കാൻ, വ്യാഖ്യാനിക്കാൻ കഴിയുക? നോക്കൂ, കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്, അല്ലാതെ കോൺഗ്രസ് എന്ന പാർട്ടി മൂർഖമായ ഒന്നായി അതിന്റെ നിലപാടിനെ പറയുമെന്ന് നമുക്ക് കരുതുക വയ്യല്ലോ. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ പറയുന്നതിന്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഔദ്യോഗികമായി അവിടെ ഹിമാചൽ പ്രദേശിലെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പറയാണ്, പാർട്ടി അത് വളരെ കൃത്യമായി തന്നെ അതിന്റെ പേരിലുള്ള പാർട്ടിയുടെ നിലപാടിന് അനുസൃതമായി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്. നോക്കൂ, ഇപ്പോൾ താങ്കൾ അതിനെ വിശാലാർത്ഥത്തിൽ കാണുന്നു, പക്ഷേ ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പം അവധി കൊടുത്ത ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവധി വരുന്നത്? അപ്പോൾ അതൊക്കെയും കഴിഞ്ഞിട്ട് നാളെ അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങും കഴിഞ്ഞിട്ട് കോൺഗ്രസ് വട്ടം കൂടി വട്ടമേശ സമ്മേളനം നടത്തി നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? ഹിമാചൽ സർക്കാർ ആ വിഷയം തീരുമാനിക്കുമ്പോൾ, അതിന് കോൺഗ്രസ് എന്ന പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് മതേതര രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? കോൺഗ്രസ് ഒരിക്കലും, കാരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വളരെ കൃത്യമായി തന്നെ ഏതാനും ദിവസം, ഒരാഴ്ചക്ക് മുന്നേ തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാണ്, ഒരു വിശാല ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി ആരെങ്കിലുമൊക്കെ അതിന്റെ അകത്ത് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഈ പ്രശ്നം. കോൺഗ്രസ് ഈ അയോധ്യ വിഷയത്തിൽ ആദ്യകാലം മുതൽ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലേക്ക് തിരികെ നടന്ന് പരിശോധിക്കേണ്ടി വരും നമുക്ക്. ഫൈസാബാദ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബാബരി മസ്ജിദിന്റെ പരിസരം ഹൈന്ദവ ആചാരങ്ങൾക്കായി, പ്രാർത്ഥനകൾക്കായി തുറന്നു കൊടുക്കുന്നതെങ്കിൽ അതിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിന് പങ്കുണ്ടായിരുന്നു. അഴിമതിയിൽ മുങ്ങിയ സർക്കാർ അത്തരം കാര്യങ്ങൾ മറച്ചുവെക്കാൻ രാമക്ഷേത്രത്തെ മറയാക്കിയെന്ന് രാമചന്ദ്ര ഗുഹയെ പോലുള്ള ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. തള്ളിക്കളയാനാകുമോ നിങ്ങൾക്ക്? അല്ല, ഇവിടുത്തെ കൃത്യമായി 1949 ബാബറി മസ്ജിദിന് പൂട്ടുവീഴുന്ന അന്ന് മുതൽ അത് നെഹ്റുവിന്റെ വളരെ ഉറച്ച ഒരു തീരുമാനമായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഈ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഞങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തെ കോടതി വ്യവസ്ഥയ്ക്കോ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കോ വിരുദ്ധമായിട്ടല്ല. കോടതി ഇവിടെ പ്രിയപ്പെട്ട അവതാരിക തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഫൈസാബാദ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്
ഫൈസാബാദ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് 1989 നമുക്കറിയാം അവിടുത്തെ ഗേറ്റുകൾ തുറക്കപ്പെടുന്നത്. അത് കോടതി വിധിയാണ്. അല്ലാതെ ഗവൺമെന്റ് അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റോ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റോ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമല്ല. ഇവിടെ തന്നെ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം, ഇന്ന് 2019 നവംബർ മാസത്തില് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അന്തിമമായിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നു. ആ വിധിയോടൊക്കെ നമുക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കോടതി ഒരു സുവ്യക്തമായ ഒരു വിധി ന്യായം, അത് ഏകപക്ഷീയമായിക്കോട്ടെ എന്തായിക്കോട്ടെ, കോടതിയുടെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ആ കോടതി വിധിയെ അനുസരിക്കുക. നിങ്ങൾ അത് തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. ഫൈസാബാദ് കോടതി വിധിയുടെ മറവിൽ അത് പക്ഷേ നടപ്പിലാക്കിയത് കോൺഗ്രസിന്റെ അജണ്ടയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ്? അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന തിവാരിക്ക് പകരം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ ആ സ്ഥാനത്തേക്ക് എത്തുകയും വളരെ വേഗം ഈ നടപടികളൊക്കെയും ഉണ്ടാകുകയും ചെയ്യുന്നത്. അതാണല്ലോ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് ചരിത്രത്തിൽ കാണാതെ പോകുന്നത്? ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ അന്നത്തെ കോടതി വിധികളെ പോലും അന്ന് കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും അജണ്ടയായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ചരിത്രകാരന്മാർ പറഞ്ഞത് ഞാനത് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ തിവാരിക്ക് പകരം അവിടെ വീർ ബഹദൂർ സിംഗിന്റെ അടിയന്തര നിയമനം ചരിത്രരേഖയാണ്. അതിപ്പോൾ ഏത് ചരിത്രകാരൻ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മുന്നിലുള്ള ഫാക്റ്റ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നല്ലോ അദ്ദേഹം. നമ്മൾ ഇപ്പോൾ ഈ പഴയകാല ചരിത്രത്തിലേക്ക് പരിശോധിച്ചിട്ട് പോകുന്നതിന് പകരം, കാരണം ഇത് നിയമപരമായി നമുക്കറിയാം എത്രയോ 100-150 വർഷത്തെ നിയമപരമായി 1885 മുതൽ തുടങ്ങിയ ഒരു നിയമ പോരാട്ടത്തിന്റെ ഒരു 150 വർഷത്തെ ചരിത്രം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ആ നിയമപരമായ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രത്തിലേക്ക് പോകുന്നതിന് പകരം ഇപ്പോൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റുന്ന ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ചർച്ച ചെയ്തതാണ് കുറച്ചുകൂടി ഉചിതം. കാരണം ഈ പറയുന്ന പല മോസ്കുകളുടെയും അസ്ഥിവാരങ്ങൾ മാന്തിക്കൊണ്ട് സംഘപരിവാരം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഒരു മതേതര ജനാധിപത്യത്തിന് വേണ്ടി ഒരു ഉറച്ച നിലപാടെടുത്ത കോൺഗ്രസിന്റെ നിലപാടിനെ അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കോൺഗ്രസിന് എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടായി എന്ന് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ, രാമചന്ദ്ര ഗുഹയെ പോലെയുള്ള ചരിത്രകാരന്മാർ എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി മാർക്സിസ്റ്റ് വീക്ഷണത്തോടുകൂടി പിന്നെ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാരുടെ അത് കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിയമമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പറയുന്ന ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ നിലപാടുണ്ട്. പക്ഷെ നിലപാടുണ്ടെങ്കിൽ കോടതി ഒരു വിധി പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇനിയും നമ്മൾ ആ ഒരു തർക്കങ്ങളിലേക്ക് പോകുന്നത് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇനിയും ചെയ്യേണ്ടത്, കാരണം നമുക്കറിയാം കൃത്യമായി ഇപ്പോൾ അയോധ്യ കഴിഞ്ഞിട്ട് ഇനി കാശിയിലേക്കും മധുരയിലേക്കും സംഘപരിവാരം പോവുകയാണ്. RSS രൂപം കൊണ്ട് 100 വർഷം തികയുന്ന 2025 കാര്യങ്ങളിലൊക്കെ ഇത്ര ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കാണിച്ചു കൂട്ടിയത് കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ അയോധ്യയിലേക്ക് ഇഷ്ടിക കൊടുത്തതും അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് കൂട്ടുനിന്നതുമൊക്കെ അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധങ്ങളാക്കി മാറ്റുമ്പോൾ എന്തുകൊണ്ട് അതിനെ തടയാൻ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ആകുന്നില്ല? ഏറ്റവും ഒടുവിൽ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് കോൺഗ്രസിനെ ക്ഷണിക്കുമ്പോൾ അതിനൊരു തീരുമാനമെടുക്കാൻ എത്ര ദിവസം വേണ്ടി വന്നു? എന്നിട്ട് ആ തീരുമാനം എടുക്കുന്നതിനപ്പുറം നൽകുന്ന വിശദീകരണം എന്താണ്? പാർട്ടി പോകുന്നില്ല, വ്യക്തികൾക്ക് നേതാക്കൾക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി വ്യക്തിപരമായി പോകണമെങ്കിൽ പോകാം. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പോകുമ്പോൾ അതിനെ കോൺഗ്രസ് നേതാക്കൾ എന്നാണ് നാട്ടുകാർ കാണുന്നത്. അല്ലാതെ പ്രിയങ്ക ഗാന്ധി എന്ന വ്യക്തി പോയി എന്നോ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പോയി എന്നല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടെ വ്യാഖ്യാനിക്കപ്പെടും. ഇതിനെയൊക്കെ തിരുത്താൻ കോൺഗ്രസിനാകണ്ടേ? ഈ ഒരു കാര്യം ആദ്യം മുതൽ തന്നെ, അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെങ്കിലും ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും കോൺഗ്രസ് നിലപാട് വിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസ നിഷേധികളോ മതനിഷേധികളോ മതവിശ്വാസത്തെ നിഷേധിക്കുന്നവരോ ഒന്നും അല്ല. ഞങ്ങളുടെ എന്താ വെച്ചാൽ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉറച്ച നിലപാടാണ്. വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. മതവിശ്വാസം ഓരോരുത്തരെയും, അത് ഇന്ത്യയിലെ 145 കോടിയുടെ ജനങ്ങളുടെയും പിന്നെ വ്യക്തിപരമായ വിശ്വാസത്തെ ഞങ്ങൾ എന്താ ഈ പറയുന്ന അയോധ്യ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്? അതിനെ RSSഉം സംഘപരിവാറും രാഷ്ട്രീയവൽക്കരിക്കുക. വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ശങ്കരാചാര്യന്മാർ ഈ ആ ഒരു നിലപാടിന് അനുകൂലമായി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടല്ല, പക്ഷെ കോൺഗ്രസ് എന്താണോ ഉന്നയിച്ചത് ആ ആരോപണത്തെ ശരിവെച്ചുകൊണ്ടാണ് 4 ശങ്കരാചാര്യമാരെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ചാനൽ നമ്മൾ ചർച്ച ചെയ്യുന്നു, കോൺഗ്രസ് അയോധ്യയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ രാജ്യത്ത് ഇത് പിന്നെ ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഘപരിവാരത്തെ അനുകൂലിക്കുന്നവർ ഉൾപ്പെടെ എന്തായിരിക്കും കോൺഗ്രസിനെ ചിത്രീകരിക്കാൻ പോകുന്നത്? പക്ഷെ ഞങ്ങളൊരു ഉറച്ച നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തിന്റെ ഒരു അവസാന തുരുത്താണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിനെ എത്രമാത്രം വിമർശിച്ചാലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്നും സംഘപരിവാറിനെ പ്രതിരോധിക്കുവാൻ കെൽപ്പുള്ള ശക്തിയുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് ധീരമായ ഒരു നിലപാടെടുക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ BJP പോലും BJPയുടെ ഒരു പ്രതികരണങ്ങൾ പോലും
കോൺഗ്രസിന്റെ ഈ നിലപാടിന് അവർക്ക് പോലും അത് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തപ്പോൾ ഇന്ത്യയിലെ മതേതരത്വത്തിന് പ്രതിരോധിക്കേണ്ട സാഹചര്യം ബി ജെ പിക്ക് അവിടെ ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്തിന് പ്രതിരോധിക്കണം? കാരണം ബി ജെ പി മുന്നിലേക്ക് വെക്കുന്നതും കോൺഗ്രസ് മുന്നിലേക്ക് വെക്കുന്നതും ഒരേ കാര്യമാണ്. തീവ്ര ഹിന്ദുത്വത്തിന് ബദലായി മൃദു ഹിന്ദുത്വം കോൺഗ്രസ് വെക്കുമ്പോൾ എന്തിന് ബി ജെ പി അതിനെ എതിർക്കണം? അല്ല, തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായി. കാരണം ഉത്തരേന്ത്യയിൽ എന്നും ബി ജെ പി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് കോൺഗ്രസിനെ അടിക്കുവാൻ കിട്ടുന്ന ഏറ്റവും വലിയ ആയുധമാണ്. എന്താ ബി ജെ പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യയിലെ കോടിക്കണക്കിന് രാമഭക്തരുടെ വലിയ വികാരമായി അവിടെ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ അതിനെ ബഹിഷ്കരിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചത് മതവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമാണ്, കോൺഗ്രസ് ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്ന് ബി ജെ പി പ്രചരിപ്പിക്കുവാൻ വലിയൊരു ആയുധം ബി ജെ പിക്ക് കിട്ടുമ്പോൾ അവിടെ ബാബരി മസ്ജിദ് തകർത്ത് കൃത്യമായ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തി രാമക്ഷേത്രം ഉയർത്തുന്നതാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന ധീരമായ നിലപാട് സ്വീകരിക്കാൻ എന്താണ് കോൺഗ്രസിന് മടി? ശ്രീ റോണി കെ ബേബി, അങ്ങനെ ഒരു വാക്ക് ഉറച്ച ബോധ്യത്തോടെ കോൺഗ്രസ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനു പകരം കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ രാമക്ഷേത്രത്തിന്റെ പതാകവാഹകരായി മാറുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഞാൻ ആദ്യം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. 1884 അന്നത്തെ മഹന്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഫൈസാബാദ് കോടതിയെ സമീപിക്കുന്നത്. അന്ന് തൊട്ട് ഇത് കോടതിന് മുമ്പിലുള്ള പ്രശ്നമാണ്, നിയമപരമായ പ്രശ്നമാണ്. കോൺഗ്രസ് അതിനകത്ത് കൃത്യമായി എടുത്ത, കാരണം നിയമത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയം, കോടതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ നമുക്ക് കോൺഗ്രസ് സ്വീകരിച്ച എന്താണ്? കോൺഗ്രസ് എന്നും സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതസ്പർദ്ധയിലേക്ക് പോകരുത്. ഇരുകൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം. ഇതിനകത്ത് ഒരു അമിക്കബിൾ കോംപ്രമൈസ് ഉണ്ടാകണം, അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാകണം. കോടതിയുടെ മുമ്പിലേക്ക് പോയപ്പോൾ കോടതി എന്താണ് ഇതിനകത്ത് തീരുമാനം എടുക്കട്ടെ, ആ വിധിക്കൊപ്പം കോൺഗ്രസ് നിൽക്കുമെന്നാണ് ഞങ്ങൾ കൃത്യമായ നിലപാട്.